ഹലോ ഫ്രണ്ട്സ്, ഹോം ബെറ്റേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു കുഞ്ഞു വീടിൻ്റെ ഹോം ടൂറാണ്. 813 സ്ക്വയർ ഫീറ്റിൽ 2 ബെഡ്റൂമുകളോട് കൂടെ ചെയ്തെടുത്തിട്ടുള്ള ഒരു കുഞ്ഞു വീടാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇൻറ്റീരിയർ വർക്കുകളൊന്നും അങ്ങനെ കൂടുതലായിട്ടൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇൻറ്റീരിയറിലെ വർക്കുകളൊന്നും. എന്നാൽ പോലും ഇങ്ങനെ ചെറിയ സ്ക്വയർ ഫീറ്റിലൊക്കെ നല്ല ഭംഗിയായിട്ടൊക്കെ വീട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉപകാരപ്രദമാവുമെന്ന് കരുതിയിട്ടാണ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് വീടിൻ്റെ എക്സ്റ്റീരിയർ വരുന്നത്. സിംഗിൾ വിൻഡോസ് കൊടുത്തതുകൊണ്ട് തന്നെ വീടിൻ്റെ പുറം ഭാഗത്ത് അത് എക്സ്റ്റീരിയറിൽ നല്ല ഭംഗിയായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ സിറ്റൗട്ടിൽ രണ്ട് സിമ്പിൾ ഫില്ലറുകൾ കൊടുത്തിട്ട് ഒരു ഓപ്പൺ സിറ്റൗട്ടായിട്ടാണ് സിറ്റൗട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. മുകളിൽ ഇതാ പാരപ്പറ്റിൽ അവർ GI പൈപ്പ് കൊണ്ടുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും മിനിമലൈസ് ആയിട്ടുള്ള ഡിസൈനാണ് ഇൻറ്റീരിയറിലും എക്സ്റ്റീരിയറിലും എല്ലാം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും വിശദമായ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഒരു സബ്സ്ക്രൈബ് ബട്ടൻ്റെ കൂടെ വരുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഒരു ഐവറി കളറ് ടൈലാണ് കേട്ടോ സിറ്റൗട്ടിലെ ഈ ഒരു ഫ്ലോറിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് സിറ്റൗട്ടിൻ്റെ മൊത്തത്തിലുള്ള ഒരു വ്യൂ വരുന്നത്. നല്ല നീളത്തിലുള്ള ഒരു ഓപ്പൺ സിറ്റൗട്ട് കൺസെപ്റ്റിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു ഐവറി ഫ്ലോറിങ് വരുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. സ്റ്റെപ്പുകളിലും ആ ഒരു ഐവറി കളർ ടൈൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ പ്രത്യേകം ഇരിപ്പിടങ്ങൾ അങ്ങനെയൊന്നും ഇൻബിൽട്ടായിട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ചെയറുകൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ അകത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു വെൽക്കം ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ മെയിൻ ഹാളിലോട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും മിനിമലൈസ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇൻറ്റീരിയർ വർക്കുകളൊന്നും കഴിഞ്ഞിട്ടില്ല, വർക്കുകൾ ഇനിയും പെൻഡിങ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെയും ഫ്ലോറിങ് സെയിം തന്നെയാണ് കേട്ടോ, ഒരു ഐവറി ടൈൽ തന്നെയാണ് ഫ്ലോറിങ്ങിന് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ എല്ലാ ഭാഗത്തും ഇങ്ങനെ സിംഗിൾ വിൻഡോസാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അത് ഈ ഒരു വീടിൻ്റെ ഡിസൈനിൽ പ്രത്യേക ഒരു ഭംഗി നൽകുന്നുണ്ട്. പിന്നെ ഒരു ഗ്ലാസ് ആൻഡ് വുഡ് ഡിസൈനിൽ കാണുന്ന ഡോർ ഉണ്ടല്ലോ, അത് കിച്ചൻ്റെ ഡോറാണ്. ഹാളിൽ നിന്ന് തന്നെയാണ് ഈ ഒരു കിച്ചണിലോട്ടുള്ള ഡോറ് വരുന്നത്. പിന്നെ അതാ ഈ ഒരു കോർണറിലായിട്ട് വാഷ് ബേസിൻ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർ കേസ് വരുന്നതും ഈ ഒരു ഹാളിൽ നിന്ന് തന്നെയാണ് കേട്ടോ. 2 ബെഡ്റൂമുകളാണ് ഈ ഒരു വീടിന് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാ ഈ ഒരു സിംഗിൾ വിൻഡോസ് കൂടാതെ ഇവിടെ 2 പർഗോള വിൻഡോസ് കൊടുത്തിട്ട് അതിനും ഗ്ലാസ്സൊക്കെ കൊടുത്തിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഈ ഒരു സെൻറ്റർ പോർഷനിൽ കണ്ടില്ലേ, ആ ഒരു സിറ്റൗട്ടിലേക്ക് ഉള്ള രീതിയിലാണ് ആ ഒരു പർഗോള വിൻഡോസും വരുന്നത്. പിന്നെ ഈ ഒരു ഡോറ് കിച്ചൻ്റെ ഡോറാണ്. പിന്നെ ഈ ഒരു വാഷ് ബേസിൻ്റെ ഈ ഭാഗത്തുനിന്ന് കാണുന്ന ഡോറാണ് ഒരു ബെഡ്റൂമിൻ്റെ ഡോറ് കേട്ടോ. അത് കഴിഞ്ഞ് സ്റ്റെയർ കേസിൻ്റെ ആ ഒരു ഭാഗത്തു നിന്നാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത്. അവിടെ മറ്റൊരു ഡോറ് കാണുന്നത് ഉള്ളിലോട്ട് മാറിയിട്ട് കാണുന്നത് ബാത്റൂമിൻ്റെ ആണ് കേട്ടോ, കോമൺ ബാത്റൂമിൻ്റെ ഡോറാണ് കാണുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ദാ ഈ ഒരു ഭാഗത്തായിട്ട് കട്ടിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ എല്ലാം ഫുള്ളായിട്ട് സിംഗിൾ വിൻഡോസാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ക്യാബിനറ്റിൻ്റെ വർക്കുകൾ, ഈ ഒരു വാർഡ്രോബിൻ്റെ വർക്കുകൾ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇവർ തൽക്കാലം പഴയ അവർ യൂസ് ചെയ്തിരുന്ന ഒരു റെഡിമെയ്ഡ് വാർഡ്രോബാണ് അവിടെ വെച്ചിട്ടുള്ളത്. കണ്ടില്ലേ, ഇവിടെ എല്ലാം മൊത്തത്തിൽ ഇങ്ങനെ സിംഗിൾ വിൻഡോസാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ബെഡ്റൂമിനാണെങ്കിലും. പിന്നെ ഈ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ ഈ കാണുന്നതാണ് കേട്ടോ ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് അതും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ടൊന്ന് കണ്ടു നോക്കാം. ഒരു ഡാർക്ക് ആൻഡ് വൈറ്റ് കളർ തീമിലാണ് ബാത്റൂമിൻ്റെ ഉൾവശം ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂം മാത്രമാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടെ ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ ബെഡ്റൂം അങ്ങനെ അറ്റാച്ച്ഡ് ആയിട്ടല്ല ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഈ ഭാഗത്താണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇതും സിമ്പിളായിട്ട് തന്നെ അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. ഒരു വശത്ത് ഇങ്ങനെ കട്ടിൽ ചെയ്തിട്ടുണ്ട്, ഒരു കോർണറിലായിട്ട്. വിൻഡോസ് സെയിം തന്നെ കേട്ടോ, സിംഗിൾ വിൻഡോസാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നില്ല. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ബെഡ്റൂമിൽ നിന്നും ഇറങ്ങുന്ന ഭാഗത്ത് ഒരു സ്റ്റെയർ കേസിൻ്റെ ഭാഗത്തോട്ടായിട്ട് ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ആ ഒരു ബാത്റൂമും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ടൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു ബാത്റൂം ആണെങ്കിലും ഡാർക്ക് ആൻഡ് ലൈറ്റ് കളർ തീമിലാണ് ആ ഒരു ടൈലുകൾ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഗ്ലോസി ടൈലാണ് കേട്ടോ ഈ ബാത്റൂമുകളിലെല്ലാം തന്നെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2 ബാത്റൂമുകളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ ഒരു വീടിൻ്റെ കിച്ചനാണ് നമുക്ക് കാണാനായിട്ട് ബാക്കിയുള്ളത്. ഹോളിൻ്റെ ഈ സൈഡിൽ നിന്നും കാണുന്ന ഈ ഡോറാണ് കേട്ടോ കിച്ചണിലോട്ടുള്ള ഡോറ് വരുന്നത്.
കിച്ചനാണെങ്കിലും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. ആ ഒരു സെയിം ഫ്ലോറിങ് തന്നെയാണ് ഇവിടെയും വരുന്നത്. ആ ഒരു ഫ്ലോറിങ്ങിൻ്റെ അതേ സെയിം കളർ തീമിൽ വരുന്ന ഒരു ഐവറി കളറിൽ വരുന്ന ടൈലാണ് വാളിലും അതുപോലെ കൗണ്ടർ ടോപ്പിലെല്ലാം കൊടുത്തിട്ടുള്ളത്. ഒരു ബ്ലാക്ക് ബോർഡറും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഡിസൈനായിട്ടാണ് ചെയ്തിട്ടുള്ളത്. വാർഡ്രോബുകളുടെ വർക്ക് ഇവിടെയും ചെയ്തിട്ടില്ല. മുകളിലും ഓപ്പൺ റാക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെയും അങ്ങനെ ഷെൽഫായിട്ടൊന്നും ചെയ്തെടുത്തിട്ടില്ല. അപ്പോൾ ഇൻറ്റീരിയർ വർക്കുകൾ ഇവിടെ ബാക്കിയാണ്. ഈ ഒരു കോർണറിലായിട്ട് സിങ്കും അതിൻ്റെ മുകളിൽ തന്നെ പാത്രം കഴുകി വെക്കാനുള്ള ഒരു സ്റ്റാൻഡും കൊടുത്തിട്ടുണ്ട്. ഗ്യാസ് സ്റ്റവും ഈ ഒരു കൗണ്ടർ ടോപ്പ് തന്നെ കൊടുത്തിട്ടുണ്ട്. വിറകടുപ്പ് ഈ ഒരു കിച്ചണിൽ വരുന്നില്ല കേട്ടോ, ഇവർ ചെയ്തിട്ടില്ല. നന്നായിട്ട് വെളിച്ചം കിട്ടുന്ന രീതിയിൽ വിൻഡോസ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു വീടിൻ്റെ ഹോം ടൂർ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണേ. ഉടനെ തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരോടും ബൈ. താങ്ക്